വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് കോപ്പറേറ്റീവിലോടെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് മാർക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, കോപ്പറേറ്റീവിലോടെ ചോദ്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ഓഡിറ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് ആൻഡ് ആക്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഈസ് നോൺ ആസ്. ഒന്നുകൂടി വായിക്കാം. ദ ഓഡിറ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് ആൻഡ് ആക്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്, ഓപ്ഷൻ ബി ടെസ്റ്റ് ഓഡിറ്റ്, ഓപ്ഷൻ സി സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, ഓപ്ഷൻ ഡി കൺകറൻറ്റ് ഓഡിറ്റ്. ഉത്തരമായിട്ട് വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലീൻ റിപ്പോർട്ട് ഈസ് ഓൾസോ കോൾഡ്. ക്ലീൻ റിപ്പോർട്ട് ഈസ് ഓൾസോ കോൾഡ് ക്വാളിഫൈഡ് റിപ്പോർട്ട്, ഓപ്ഷൻ ബി അൺക്വാളിഫൈഡ് റിപ്പോർട്ട്, ഓപ്ഷൻ സി സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ ക്ലീൻ റിപ്പോർട്ടിന് എന്താ പറയുക? അൺക്വാളിഫൈഡ് റിപ്പോർട്ട് എന്നാണ് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് സെക്ഷൻ ഡീൽസ് വിത്ത് DCA ഷാൾ ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് RCS എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? DCA ഷാൾ ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് RCS എന്ന് പറയുന്ന സെക്ഷൻ. അറുപത്തിമൂന്ന് സബ്സെക്ഷൻ 7-ലാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. 63 സബ്സെക്ഷൻ 7-ലാണ് DCA ഷാൾ ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് RCS എന്ന് പ്രതിപാദിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് വൺ വിച്ച് ദ ഓഡിറ്റർ ഡസ് നോട്ട് ഇൻസേർട്ട് എനി ക്വാളിഫിക്കേഷൻ, മോഡിഫിക്കേഷൻ ഓർ റിസർവേഷൻസ്. ഡാഷ് ഈസ് വൺ വിച്ച് ദ ഓഡിറ്റർ ഡസ് നോട്ട് ഇൻസേർട്ട് എനി ക്വാളിഫിക്കേഷൻ, മോഡിഫിക്കേഷൻ ഓർ റിസർവേഷൻസ്. ഇതൊന്നും ഓഡിറ്റർ ഇൻസേർട്ട് ചെയ്യാത്തത് ഏതാണ്? ക്ലീൻ റിപ്പോർട്ട്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓവർഡ്യൂ ഓഫ് എ സൊസൈറ്റി വിച്ച് കം അണ്ടർ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ എ ഷാൾ നോട്ട് എക്സീഡ്. എ ഒരു ക്ലാസിഫിക്കേഷൻ എ കൊടുത്തു കഴിഞ്ഞാൽ, ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ എ ആണെങ്കിൽ ഓവർഡ്യൂ ഓഫ് എ സൊസൈറ്റി ഷാൾ നോട്ട് എക്സീഡ് ഡാഷ് പെർസെൻറ്റേജ്. ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 20, ഓപ്ഷൻ സി 30, ഓപ്ഷൻ ഡി 25. 20%. Okay. Next question, government he is not entitled to get higher rate of dividend more than the rate allowed to other shareholders of the society as per. ഗവൺമെൻറ്റിൻ്റെ ഡിവിഡൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. സെക്ഷൻ 42 സബ്സെക്ഷൻ 2 ഓഫ് KCS ആക്ട്. ഓപ്ഷൻ ബി പറയുന്നത് സെക്ഷൻ 43, ഓപ്ഷൻ സി പറയുന്നത് സെക്ഷൻ 49 സബ്സെക്ഷൻ 2 ആണോ, സെക്ഷൻ 50 സബ്സെക്ഷൻ 2 ആണോ? സെക്ഷൻ 42 സബ്സെക്ഷൻ 2-ലാണ് പറയുന്നത് കേട്ടോ. സെക്ഷൻ 42 സബ്സെക്ഷൻ 2-ലാണ് ഇങ്ങനൊരു ക്ലോസ് ഉള്ളത് കേട്ടോ. ഗവൺമെൻറ്റിന് എന്താണ്? ടു ഗെറ്റ് ഹയർ റേറ്റ് ഓഫ് ഡിവിഡൻഡ് മോർ ദാൻ ദ റേറ്റ് അലൗഡ് ടു അതർ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ സൊസൈറ്റി. ഗവൺമെൻറ്റിന് കൂടുതൽ കിട്ടുമോ? ഇല്ല അല്ലേ. നോട്ട് എൻറ്റൈറ്റിൽഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗവൺമെൻറ്റിനും മറ്റ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അതേപോലത്തെ ഡിവിഡൻഡാണ് കിട്ടുള്ളൂ. ഹു ഹാസ് ദ റൈറ്റ് ടു സെറ്റ് ഓഫ് ഗവൺമെൻറ് ഡ്യൂസ്. ഗവൺമെൻറ് ഡ്യൂസ് റൈറ്റ് ടു സെറ്റ് ഓഫ് ചെയ്യാൻ ആർക്കാണ് അധികാരമുള്ളത്? ആർക്കാ അധികാരമുള്ളത്? ഗവൺമെൻറ്റിന് തന്നെ അല്ലേ. ഗവൺമെൻറ് ഡ്യൂസ് സെറ്റ് ഓഫ് ചെയ്യാനുള്ള അധികാരം ഗവൺമെൻറ്റിന് തന്നെയല്ലേ. ഓക്കെ. ഹു ഹാസ് ദ റൈറ്റ് ടു സെറ്റ് ഓഫ് ഗവൺമെൻറ് ഡ്യൂസ്? ഗവൺമെൻറ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫോം ഓഫ് സ്റ്റേറ്റഡ്. സ്റ്റേറ്റഡിൻ്റെ ഫോമിൽ അല്ലാത്തത് ഏതാണ്? ഗവൺമെൻറ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ഗവൺമെൻറ് ഗ്യാരണ്ടി, സെറ്റ് ഓഫ് ഡ്യൂസ്, ഹോണററിയം. ഇതിലേതാണ്
സ്റ്റേറ്റഡിൻ്റെ രൂപത്തിലുള്ളതല്ലാത്തത്. ഇറ്റ് ഈസ് ഹോണറേറിയം. ഹോണറേറിയം സ്റ്റേറ്റഡിൻ്റെ രൂപത്തിലുള്ളതല്ല. എമൗണ്ട് ഗിവൺ ബൈ ബാങ്ക് ബട്ട് എ പാർട്ട് ഓഫ് വിച്ച് ഈസ് നോട്ട് റീപേയബിൾ ഈസ് കോൾഡ്. ബാങ്ക് നൽകുന്ന എമൗണ്ട് പക്ഷെ അതിൻ്റെ പകുതി അടയ്ക്കണ്ട. പാർട്ട് ഓഫ് വിച്ച് ഈസ് നോട്ട് റീപേയബിൾ ഈസ് കോൾഡ് സബ്സിഡി, ഗ്രാൻഡ്, ലോൺ, അഡ്വാൻസ്. ഏതാണ് ഉത്തരം? പാർട്ട് അടയ്ക്കണ്ട എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ സബ്സിഡി ആണെന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയണത് ഹൂ ഷോൾ ഹാവ് ദ അതോറിറ്റി ടു ബൈഫർക്കേഷൻ ഓഫ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. ആർക്കാണ്? ഹൂ ഷാൾ ഹാവ് ദ അതോറിറ്റി ടു ബൈഫർക്കേഷൻ ഓഫ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. ഓപ്ഷൻ എ സ്പെഷ്യൽ ഓഫീസർ, ഓപ്ഷൻ ബി വാല്യുവേഷൻ ഓഫീസർ, ഓപ്ഷൻ സി സൂപ്പർവൈസർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. സ്പെഷ്യൽ ഓഫീസറാണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, സ്പെഷ്യൽ ഓഫീസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ ഷോൾ ഹാവ് ദ അതോറിറ്റി ടു ഡിസ്പോസ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് ഡിസ്പോസ് ചെയ്യുന്നത് ആരാണ്? ജനറൽ ബോഡിയാണോ, കമ്മിറ്റിയാണോ, രജിസ്ട്രാർ ആണോ, DCA ആണോ? ഹൂ ഷോൾ ഹാവ് ദ അതോറിറ്റി ടു ഡിസ്പോസ് നെറ്റ് പ്രോഫിറ്റ്? ജനറൽ ബോഡി. ജനറൽ ബോഡിക്കാണ് അധികാരമുള്ളത്. മറ്റേത് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടോ ഇല്ലയോ അതൊക്കെ ഓഡിറ്റർ തീരുമാനിക്കും. അത് ഓഡിറ്റർ അതിലൊക്കെ എൻട്രി ചെയ്യും. പക്ഷെ അത് ഡിസ്പോസ് ചെയ്യുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? ജനറൽ ബോഡിയുടെ ഉത്തരവാദിത്തം. വിച്ച് സെക്ഷൻ ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ആൻ എഗ്രിമെൻറ്റ് ബൈ ഗവൺമെൻറ് ആൻഡ് അപ്പെക്സ് സൊസൈറ്റി? സെക്ഷൻ 51, സെക്ഷൻ 52, സെക്ഷൻ 53, സെക്ഷൻ 54. സെക്ഷൻ 52. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻക്ലൂഡ് മോറൽ എയ്ഡ്, ഫിനാൻഷ്യൽ എയ്ഡ്, ലെജിസ്ലേറ്റീവ് എയ്ഡ്, ഓൾ ഓഫ് ദിസ്. സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്താണ്? ഏത് തരത്തിലുള്ള സഹായമാണ് ഉദ്ദേശിക്കുന്നത്? ഫിനാൻഷ്യൽ എയ്ഡാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ടൈപ്പ് ഓഫ് ഫണ്ട് പ്രൈമർലി യൂസ്ഡ് ഫോർ contingency purposes in cooperative societies? Which type of fund primarily used for contingency purposes in cooperatives? അപ്പോൾ അത് ഏതായിരിക്കും? റിസർവ് ഫണ്ടാണോ? ലോൺസ് ആണ്. ലോൺസ് ഫ്രം മെമ്പേഴ്സ് ആണോ? ഷെയർ ക്യാപിറ്റൽ ആണോ? എൻട്രൻസ് ഫീസ് ആണോ? ഏതാണ്? റിസർവ് ഫണ്ട് കേട്ടോ. റിസർവ് ഫണ്ടാണ് അതിനു വേണ്ടി ഉപയോഗിക്കുക. ഏതിനു വേണ്ടി? കണ്ടിൻജൻസി പർപ്പസസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ദ അക്യുമുലേറ്റഡ് എമൗണ്ട് ഇൻ ബിൽഡിംഗ് ഫണ്ട് ഈസ് മെയ്ഡ് യൂസ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ആൻ ബിൽഡിംഗ് ആൻഡ് ഗോ ഡൗൺ വിത്ത് ദ പെർമിഷൻ ഓഫ് ദ ഡാഷ്. ആരുടെ പെർമിഷൻ വാങ്ങണം? അക്യുമുലേറ്റഡ് എമൗണ്ട് കൊണ്ട് ഒരു ബിൽഡിംഗ് പണിയാണെങ്കിൽ ഗവൺമെൻറ് ആണോ, രജിസ്ട്രാർ ആണോ, നബാർഡ് ആണോ, RBI ആണോ? രജിസ്ട്രാർ പെർമിഷൻ വേണം കേട്ടോ. അക്യുമുലേറ്റഡ് എമൗണ്ട് കൊണ്ട് എമൗണ്ട് ഇൻ ബിൽഡിംഗ് ഫണ്ട് ഈസ് മെയ്ഡ് യൂസ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ബിൽഡിംഗ് അല്ലെങ്കിൽ ഗോ ഡൗൺ വിത്ത് ദ പെർമിഷൻ ഓഫ് ദ രജിസ്ട്രാർ ആണ് ഉത്തരമായിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയണത് വിച്ച് അതോറിറ്റി മസ്റ്റ് പ്രൊവൈഡ് സാങ്ഷൻ ഫോർ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ടു ഡിസ്പോസ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇറ്റ് ഓൺസ്? ഏത് അതോറിറ്റിയാണ് മസ്റ്റ് പ്രൊവൈഡ് സാങ്ഷൻ ഫോർ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ടു ഡിസ്പോസ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി? അത് ഓൺ ചെയ്തിട്ടുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്യാൻ ആരാണ് സാങ്ഷൻ നൽകേണ്ടത്? The President, the Registrar and the General Body, the Board of Directors, the Financing Bank. ഉത്തരം എന്താണ്? രജിസ്ട്രാറും ജനറൽ ബോഡിയും സമ്മതിക്കണം. രജിസ്ട്രാറും ജനറൽ ബോഡിയിൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. അത് പ്രകാരം അവർ സമ്മതിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ദ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ് റിസർവ് ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഈസ് ക്രിയേറ്റഡ് ടു. എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് റിസർവ് എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഈക്വലൈസ് ഡിവിഡൻസ്,
കവർ ലോസസ് ഡ്യൂ ടു ബാഡ് ഡെറ്റ്സ്, ട്രെയിനിങ് പ്രോഗ്രാംസ്, പ്രൊവൈഡ് മെഡിക്കൽ ഫെസിലിറ്റീസ്. എന്തിനാണ് അത് യൂസ് ചെയ്യുക? കവർ ലോസസ് ഡ്യൂ ടു ബാഡ് ഡെറ്റ്സ് അല്ലേ, ബാഡ് ഡെറ്റ്സ് മൂലമുള്ള നഷ്ടം നികത്താൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയണത് വിച്ച് കമ്മിറ്റി റെക്കമെൻഡഡ് ദ ക്രിയേഷൻ ഓഫ് ദ സ്പെഷ്യൽ ബാഡ് ഡെറ്റ് റിസർവ്. ഏത് കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തത് ബാഡ് ഡെറ്റ് റിസർവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? VL മേത്തയാണോ, പിന്നെ നമ്മുടെ സർവേ കമ്മിറ്റിയാണോ, റിവ്യൂ കമ്മിറ്റിയാണോ, അതോ ഇതിലൊന്നും അല്ലതല്ലേ? ഏതാ ഉത്തരമായിട്ട് വരിക? VL മേത്ത കമ്മിറ്റിയാണ് കേട്ടോ. ബാഡ് ഡെറ്റ് റിസർവിനെ കുറിച്ചിട്ടുള്ള കമ്മിറ്റി ആരാണ്? VL മേത്ത കമ്മിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ കോമൺ ഗുഡ് ഫണ്ടിങ് കോപ്പറേറ്റീവ് സൊസൈറ്റി. കോമൺ ഗുഡ് ഫണ്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ? പർപ്പസ് എന്താണ്? ടു പ്രൊവൈഡ് അഗ്രികൾച്ചറൽ ആൻഡ് ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ, ടു ഫൈൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ടു ഫിനാൻസ് മെഡിക്കൽ റിസർച്ച്, ടു സപ്പോർട്ട് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ്. എന്താ സംഭവം? കോമൺ ഗുഡ് ആണ് അല്ലേ. കോമൺ ഗുഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ടു സപ്പോർട്ട് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ആണ് കോമൺ ഗുഡ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഹൗ മച്ച് ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ക്യാൻ ബി കോൺട്രിബ്യൂട്ടഡ് ടു ദി കോമൺ ഗുഡ് ഫണ്ട്. എത്ര പെർസെൻറ്റേജ് ആണ് കോമൺ ഗുഡ് ഫണ്ടിലേക്ക് മാറ്റി വെക്കേണ്ടത്? എത്രയാണ് നെറ്റ് പ്രോഫിറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് എന്ന് പറയുന്നുണ്ടാവുമല്ലോ, അതേതാണെന്നാണ് ചോദ്യം. നോട്ട് എക്സീഡിങ് 10%, നോട്ട് എക്സീഡിങ് 10% കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ 20 ചോദ്യമാണ് കോപ്പറേറ്റീവ് ലോയിൽ ചെയ്ത് നോക്കിയിട്ടുള്ളത്. നിങ്ങൾ ചെയ്ത് നോക്കിയ ആൾക്കാരുണ്ടെങ്കിൽ മാർക്കൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. താങ്ക്